പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ലെന്ന് ഹൈക്കോടതി. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. 19 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് പരാമർശം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കേസിൽ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ഇനി എന്താണ് വാദിഭാഗത്തിന് ചെയ്യാനുള്ളത്? മാത്രമല്ല, എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? ഒരു സർപ്രൈസ് ഓർഡർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കയറിയിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല എന്നാണ് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത്. അതായത് ഈ കേസിന്റെ മെറിറ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടും 90 ദിവസമായി പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല, വിദ്യാർത്ഥികളാണെന്നും കോടതി പറയുന്നു. അതായത് കേസിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് സംശയമുണർത്തുന്ന രീതിയിലാണ് ഇതിലെ പരാമർശങ്ങൾ. കാരണം അതിന്റെ മെറിറ്റിലേക്കാണ് കോടതി കയറിയിരിക്കുന്നത്. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല എന്ന് കോടതി പറയുമ്പോൾ അതൊരല്പം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ശരി, ജയ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതോടെ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.